ഇവരെല്ലാവരും നമ്മുടെ KSRTC ടൂറിസത്തിന് വേണ്ടിയിട്ട് ഒത്തിരി പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ജയഫേസ്, അതുപോലെ തന്നെ മീഡിയ വണ്ണിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു, ഏഷ്യാനെറ്റിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു, ഇവർ മനോരമ, മാതൃഭൂമി, ഇവരെല്ലാവരും നമ്മുടെ ചാലക്കുടി KSRTC പോകുന്ന എല്ലാ ടൂറുകൾക്കും വേണ്ടിയിട്ട് ഒത്തിരി സപ്പോർട്ട് ചെയ്തതാണ്. അത് നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന നമുക്കറിയാം. എല്ലാവർക്കും അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജയഫേസ് മീഡിയ. നമുക്കറിയാം ഞങ്ങളുടെ കേസ് കഴിഞ്ഞ 3 വർഷമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധമാണ്. ആ സ്നേഹം ഞാൻ ഒരിക്കലൂടെ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഈ ഗാരേജ് ആ ഭാഗത്താണ് നിൽക്കുന്നത്. KSRTC ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം, യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന ഉളവാക്കുന്ന ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം പാട്ടൊക്കെ പാടുന്നുണ്ടെങ്കിലും നമുക്കറിയാം, ഈ ബസ് ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ബസ്സിലെ കണ്ടക്ടേഴ്സ്, ഇത് യാത്രക്കാരുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. എന്നാൽ യാത്രക്കാർ എന്ന് പറയുന്നത് ബസ്സിൻ്റെ ഉള്ളിലെ ഒരു കുടുംബാംഗം പോലെയാണ് എന്നുള്ളൊരു തോന്നൽ, അത് യാത്രക്കാർക്കും KSRTC ചാലക്കുടിക്ക് ഉപജീവന മാർഗം അത് നേടിക്കൊടുത്തൊരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു ഇവിടെ, ഡൊമിനിക് പെരേര എന്ന് പറയുന്ന സാറ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബഡ്ജറ്റ് ടൂറിസം എന്ന് പറയുന്ന സംഭവം KSRTCക്ക് വിഭാവനം ചെയ്ത് കൊടുത്ത അതുല്യനായ വ്യക്തി, കാടൂറ്റി സ്വദേശിയാണ്. ഞാൻ ഈ ഡൊമിനിക് സാറിനെ ആദ്യമായിട്ട് കാണുന്നത് മാമലക്കണ്ടത്തേക്ക് ഒരു ടൂർ പോയി. ആ ടൂർ പോയതിന് ശേഷമാണ് എനിക്ക് അദ്ദേഹത്തെ മനസ്സിലായത്. കാരണം നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ടെൻഷനിൽ നിന്നൊക്കെ നമ്മൾ മുക്തമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. KSRTC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആനവണ്ടി. ഈ ആനവണ്ടി എന്ന് പറയുന്നത് ഒരു കുടുംബം പോലെയാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് നൽകിയൊരു വ്യക്തിയാണ് ഈ ഡൊമിനിക് സാറ്. അദ്ദേഹത്തിൻ്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. എപ്പോഴും ചിരിക്കുന്നൊരു മനുഷ്യൻ. ആ മനുഷ്യൻ നൽകിയ സന്ദേശം വലിയ സംഭവം തന്നെയാണ്. കാരണം ഈ യാത്രകൾക്കിടയിലൂടെ ഒക്കെ തന്നെ അദ്ദേഹം കൈമാറിയ വലിയ സന്ദേശമുണ്ട്. ഈ ബഡ്ജറ്റ് ടൂറിസം എന്ന് പറയുന്ന സംഭവം, ആനവണ്ടി എന്ന് പറയുന്ന വണ്ടി വരുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത രീതിയിൽ ഈർഷ്യതയുമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ആനവണ്ടിയിൽ ടൂറിന് പോകുക എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് ഏതെങ്കിലും കാലഘട്ടത്തിൽ എത്തിച്ചേർന്നിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡൊമിനിക് സാറിൻ്റെ ഇടപെടലിലൂടെ മാത്രമാണ്. ബഡ്ജറ്റ് ടൂറിസത്തിന് പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ ആനവണ്ടിയിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മലക്കുപ്പാറ, അതുപോലെ തന്നെ മാമലക്കണ്ടം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് KSRTC വന്നപ്പോൾ അത് ഏറ്റവും കൂടുതൽ KSRTCക്ക് വരുമാനം ലഭിക്കുന്ന ഒരു സ്രോതസ്സായിട്ട് മാറി. ഡൊമിനിക് സാർ ഇന്ന് റിട്ടയർമെൻറ്റ് വിരമിക്കുകയാണ് KSRTCയിൽ നിന്നും. അദ്ദേഹത്തിൻ്റെ മറ്റൊരു കുടുംബമായ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഭാര്യയാണെന്ന് പറയാം KSRTC. ആ KSRTCയിൽ അദ്ദേഹം മാറുമ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ട്. പക്ഷേ വിരമിക്കൽ എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവമാണല്ലോ. സ്വാഭാവികമായിട്ടും ഡൊമിനിക് സാർ വിടവാങ്ങിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നൊരു സംഭവം, ഈ വിരമിക്കൽ ചടങ്ങിൽ അദ്ദേഹം പ്രത്യേകം നന്ദി പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ വ്ളോഗേഴ്സിനൊക്കെ ചേർത്ത് നിർത്തി അദ്ദേഹം നന്ദി പറഞ്ഞു. തീർച്ചയായിട്ടും ഡൊമിനിക് സാർ അങ്ങ് എങ്ങോട്ടും വിരമിക്കുന്നില്ല. ഈ യാത്രക്കാരിൽ നിന്ന് ഒരിക്കലും അങ്ങേക്ക് വിരമിക്കാൻ സാധിക്കില്ല. ഈ KSRTC ബഡ്ജറ്റ് ടൂറിസത്തിലൂടെ KSRTC ചാലക്കുടി സ്റ്റാൻഡിന് ഫാനായിട്ട് മാറിയ ഒരുപാട് യാത്രികരുണ്ട്. ആ യാത്രികരുടെ ഇടയിൽ നിന്നും അങ്ങേക്ക് വിരമിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അങ്ങേക്ക് ഒരിക്കലും വിരമിക്കില്ല. ഒരു സാങ്കേതികമായ വിരമിക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ KSRTC സ്റ്റാൻഡിനും അതുപോലെ ഇവിടുത്തെ യാത്രക്കാർക്കും ഏറ്റവും മധുരിക്കും ഓർമ്മകൾ നൽകിയ, ഏറ്റവും നല്ല യാത്രാനുഭവങ്ങൾ പകർന്നു നൽകിയ ഡൊമിനിക് സാറിന് ഭാവുകങ്ങൾ നേരുന്നു. അതാ നിൽക്കുന്നു നമ്മുടെ ചോപ്പൻ വണ്ടി. എന്താണ് ആ വണ്ടി? ആനവണ്ടി. ഒരു 85, 90, 2000 കിഡ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആനവണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഒരു നീട്ടം, സാധാരണ വണ്ടികളുടെ സ്റ്റെപ്പ് കഴിഞ്ഞ് പിന്നെയും ഒരു പറകിലേക്ക് ഉണ്ടാവും ഈ ആനവണ്ടികൾക്ക്. അതിൻ്റെ ഒരു മുഖവും അതിൻ്റെ ഒരു നീട്ടവും, അങ്ങനെയാണ് അതിന് ആനവണ്ടി എന്ന് പേര് വന്നത്. ആനവണ്ടി ഒരു പരിധി വരെ അത്ര വലിയ ജനപ്രിയമൊന്നും ആയിരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രക്കാർക്ക് ഈ ബസ്സും ഇതിലെ ജീവനക്കാരെ എന്ന് കാണുമ്പോൾ വല്ലാത്ത രീതിയിലുള്ള അരിശവും ദേഷ്യമൊക്കെ തോന്നും. വളരെ കർക്കശക്കാരായിട്ടുള്ള ഗൗരവമായ മുഖം പിടിച്ചൊക്കെ ഇരിക്കുന്ന ജീവനക്കാരെയാണ് ആ കാലഘട്ടങ്ങളിൽ കണ്ടിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്നും വലിയൊരു മാറ്റം വരുത്തി KSRTCയോട് ചേർത്ത് നിർത്തേണ്ടവരാണ് യാത്രികർ എന്നുള്ള ഒരു വലിയ ആശയം മുന്നിൽ കണ്ടുകൊണ്ട് KSRTCയെയും ഈ ആനവണ്ടിയെയും ഇത്രയധികം ജനപ്രിയമാക്കാനായിട്ട് ഉപകരിച്ച ഒരു പദ്ധതിയാണ് ബഡ്ജറ്റ് ടൂറിസം. ആ സംഭവം KSRTC വിഭാവനം ചെയ്ത് കൊടുത്ത് സത്യം പറഞ്ഞാൽ നമ്മുടെ കാടുറ്റിക്കാരനായിട്ടുള്ള ഡൊമിനിക് പെരേര എന്ന് പറഞ്ഞ സാറാണ്. ഈ മാമലക്കണ്ടം അതുപോലെ തന്നെ മലക്കുപ്പാറ യാത്രകൾക്ക് KSRTCയിലൂടെ ഒരുപാട് പേര് പോയിട്ടുണ്ട്. എല്ലാം തികഞ്ഞ യാത്രകളും വലിയ സാങ്കേതിക സുഖം നൽകുന്ന യാത്രകളാണെന്നൊന്നും പറയാൻ സാധിക്കില്ലെങ്കിലും യാത്രക്കാരൊക്കെ ഭൂരിപക്ഷം പേരും സന്തോഷവാന്മാരായിരുന്നു. പല സാങ്കേതിക പ്രശ്നങ്ങൾ ഇടയ്ക്കൊക്കെ വരാറുണ്ട്, സ്വാഭാവികമാണല്ലോ. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ KSRTC ബഡ്ജറ്റ് ടൂറിസം എന്ന് പറയുന്നത് വലിയ ജനപ്രിയമായി. ചാലക്കുടി KSRTC സ്റ്റാൻഡിനെ
KSRTC സ്റ്റാൻഡുകൾ, കേരളത്തിലെ KSRTC സ്റ്റാൻഡുകളുടെ മുൻനിരയിലേക്ക് ഉയർത്തിയതും KSRTCക്ക് വലിയ ഒരു പദ്ധതി വിഭാവനം ചെയ്ത് കൊടുക്കാനും ചാലക്കുടിക്ക് സാധിച്ചു. അതിലേറ്റവും മുൻപന്തിയിൽ നിന്നൊരു വ്യക്തിയാണ് നമ്മുടെ ഡൊമിനിക് സാറ്. അദ്ദേഹം വിരമിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് വിരമിക്കാൻ സാധിക്കില്ല. യാത്രികരുടെ ഇടയിൽ നിന്നും ഒരു കാരണവശാലും അദ്ദേഹത്തിന് വിരമിക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. തീർച്ചയായിട്ടും KSRTC അദ്ദേഹത്തെ ഇനിയും ഉപയോഗപ്പെടുത്തണം. ഇതുപോലുള്ള ബഡ്ജറ്റ് ടൂറിസം പദ്ധതികളുടെയൊക്കെ ഏതെങ്കിലും മേഖലകളിൽ അദ്ദേഹത്തെ കൊണ്ടുവരണം. ഡൊമിനിക് സാറിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ഇനിയും ഈ ആനവണ്ടിയിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. പരിചയപ്പെട്ടിട്ട് 3-4 വർഷമൊക്കെ ആയിട്ടുള്ളൂ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഇവിടെ കൂടും, കാണും. അപ്പോൾ ഒത്തിരി സന്തോഷമുള്ള നിമിഷങ്ങളിലൂടെയാണ് ആ സമയത്തൊക്കെ കടന്നു പോകാറ്. ഡൊമിനിക് പെരേരയെ പരിചയം ഇവിടുത്തെ ഇൻസ്പെക്ടറായിട്ടല്ല, ഞങ്ങളുടെ ഒരു കുടുംബാംഗമായിട്ടാണ്. നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഇത്ര നല്ല വാക്കുകളൊക്കെ പറയുമ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അദ്ദേഹം ഇത്രമാത്രം സ്തുത്യർഹമായ ഒരു സേവനമാണ് ഇവിടെ ചെയ്തെന്നുള്ളത്. തീർച്ചയായിട്ടും സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗമാകാൻ കഴിഞ്ഞതിൽ. മനസ്സിൽ കൃതജ്ഞത പറയുക എന്നുള്ളതല്ല ഞാനിന്ന്, കൃതജ്ഞതയല്ല ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ KSRTCന്ന് പടി ഇറങ്ങുമ്പോൾ എന്നോടൊപ്പം ഒരു നേരം ഒന്നിച്ച് നോക്കാൻ താല്പര്യം കാണിച്ചെത്തിയിരിക്കുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്. കാരണം അങ്ങനെ ഒരു അവസരം ഇതുപോലെ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടുക എന്നുള്ളത് പറയാൻ കഴിയില്ല എനിക്ക്. ഈ വിരമിക്കൽ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്ന TCയുടെ ജീവനക്കാരും സുഹൃത്തുക്കളും സഹോദരങ്ങളോടൊപ്പം തന്നെ നിന്നുകൊണ്ട്, കാരണം KSRTCയുടെ കഴിഞ്ഞ 29 വർഷം ഞാനിവിടെ ഈ സർവീസിലുണ്ടായിരുന്ന ഈ സമയത്ത് ഒരു സമയത്ത് മാറി ചിന്തിക്കേണ്ടി വന്നു. ബഡ്ജറ്റ് ടൂറിസം എന്നതിൽ തുടക്കമിട്ട ആ സന്ദർഭങ്ങൾ എനിക്ക് മറക്കാൻ ഇപ്പോഴും കഴിയില്ല. ചാലക്കുടി മലക്കപ്പാറ എന്ന് പറയുന്ന ഒരു കോവിഡ് കാലഘട്ടത്തിന് ശേഷം വന്നതിൽ വന്ന കുറച്ച് സുഹൃത്തുക്കളാണ് പാസഞ്ചർ ഫോറം ടീമുകളും അവരുടെ പാസഞ്ചർ അസോസിയേഷൻ, ഇവരോട് ഒന്നിച്ച് ചേർന്നത് കൊണ്ട്, ഇവിടുത്തെ ജീവനക്കാരും ചേർന്നതുകൊണ്ട് തുടങ്ങിയ മലക്കപ്പാറയിൽ നിന്നും സുനിൽ സാർ പറഞ്ഞത് ശരിയാണല്ലോ, മൂന്നാർ സ്റ്റേ സർവീസ്, ബഡ്ജറ്റ് ടൂറിസം ലെവലിൽ സ്റ്റേ സർവീസ് തുടങ്ങിയത് മലപ്പുറത്ത് മൂന്നാറാണെങ്കിലും അതിനു മുമ്പ് ബഡ്ജറ്റ് ടൂറിസം എങ്ങനെയാണെന്നുള്ളത് തുടങ്ങിയത് ചാലക്കുടി മലക്കപ്പാറ തന്നെയാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ യാത്രയിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. തന്നെ എനിക്ക് ഒത്തിരി ഓരോരുത്തരെടുത്ത് സ്നേഹത്തോടു കൂടി പറയാം. എൻ്റെ കുടുംബാംഗങ്ങളെ എനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തു. എൻ്റെ കുടുംബത്തിൻ്റെ അപ്പനും അമ്മയും, ഭാര്യ, അപ്പൻ, ബ്രദർ, സഹോദരി, അതുപോലെ ഭാര്യയുടെ അപ്പനും അമ്മയും, അദ്ദേഹത്തിൻ്റെ ബ്രദർ, അവരുടെ കുടുംബാംഗങ്ങൾ, മറ്റുള്ളവർ എല്ലാവരും ഈ വേദിയിലേക്ക് വന്നു. ഞാൻ എന്നോടൊപ്പം ഈ വിരമിക്കൽ ചടങ്ങിൽ എത്തിയിരുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി. പക്ഷേ എന്നോടൊപ്പം ഏറ്റവും കൂടുതൽ ഞാൻ ഈ വിരമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കാലം തൊട്ടേ തന്നെ എന്നോടൊപ്പം വളരെ സങ്കടകരമായിട്ട് പറഞ്ഞ 2 വിഭാഗങ്ങളാണ് ഇവിടെ. സാർ പോകരുത്, സാർ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്നെ അവരുടെ സഹോദരമായിട്ട് നെഞ്ചിൻ്റെ നെഞ്ചിച്ചെടുത്തിട്ട് എൻ്റെ ജീവനക്കാർ അതോടൊപ്പം എത്രയാണ് ഈ 2 വിഭാഗങ്ങളും, ഈ 2 ഒരു കുടുംബമായിട്ട് അവരുടെ ഒരു സഹോദരമായിട്ട് എന്നെ അവരുടെ നെഞ്ചിൽ ചേർത്ത് നിർത്തിയ അവരെല്ലാവരും കുറച്ച് നാളായിട്ട് സാർ പോകുന്നത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. തീർച്ചയായിട്ടും എനിക്കുമുണ്ട്. നിങ്ങൾ നിന്ന് ഈ സർവീസ് കാലഘട്ടത്തിൽ സർവീസിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. എൻ്റെ മനസ്സിൽ അതിൻ്റെ വിങ്ങൽ അലിവിളിക്കുകയാണ്. കാരണം അത്ര ഇനി എന്ന് ഇതുപോലെ നിങ്ങളും വെച്ച് കാണുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. സർവീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെയുള്ളൊരു ഇത്. പിന്നെ ഈ ജീവനക്കാരെ അറിയാം, അവരുടെ എന്ത് കാര്യത്തിനും എന്ത് വിഷയമുണ്ടെങ്കിലും ഞാൻ അവരുടെ ഒപ്പം തന്നെ നിന്ന് കോർപ്പറേഷൻ്റെ ആവശ്യത്തിന് വേണ്ടി, കോർപ്പറേഷന് ഗുണകരമാവുന്ന ഏതൊരു ഇതിനും അവരുടെ മുൻപന്തിയിൽ നിന്ന് അവർക്ക് പ്രചോദനം കൊടുത്തു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷവും സംതൃപ്തിയും.